രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത്, ഞാനിപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് കാരണം വെച്ചാൽ അതൊക്കെ കേസും കാര്യങ്ങളും സബ് ജുഡീസൊക്കെ ആകാൻ പോകുന്ന കേസുകളാണ്, അത് അന്വേഷണ വഴിക്ക് വേണ്ടി. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം തോന്നിയൊരു വിഷയം, അതായത് ഇത്രയും, ഇത് ഞാൻ പറയാൻ പോകുന്ന ഇൻവെർട്ടർ കോമയാണ്, ഇത്രയും പൈതൃകവും പാരമ്പര്യവുമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ ആ പാർട്ടിയുടെ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനെ യഥാർത്ഥത്തിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എന്താണ് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ആ MP രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുകയാണ്, ഇത്രയും പൈതൃകമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവായ ജനപ്രതിയായ എന്നെ ഇതുപോലെ കിടന്നാക്രമിക്കാൻ പാടുണ്ടോ സൈബർ ഗുണ്ടകൾ? എനിക്ക് സംരക്ഷണം വേണം. അതിനുശേഷം ഒന്നും കൂടി പറഞ്ഞു, ഈ ആക്രമണം തുടർന്നാൽ ഞാൻ പലതും വിളിച്ചു പറയേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ എനിക്കൊരൊറ്റ അഭ്യർത്ഥനയുള്ളൂ, ഉണ്ണിത്താനെ മനസ്സിൽ വെക്കരുത്. നിങ്ങൾ ഉള്ള കാര്യങ്ങൾ പറ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ ഇങ്ങനെയുള്ള ഭീഷണി മാത്രം മുഴക്കിയിട്ട് കാര്യമില്ല. പക്ഷേ അങ്ങനെ ഒരു വിലാപം, ഒരു രോഷപ്രകടനം നടത്താൻ കോൺഗ്രസിൻ്റെ ഒരു MPക്ക് ഒരു സാഹചര്യം ഒരുക്കിയതാണ്. അദ്ദേഹം പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്, എന്നെ ആക്രമിക്കുന്നത് CPM അല്ല, ഇടതുപക്ഷമല്ല, എന്നെ ആക്രമിക്കുന്നത് BJP അല്ല, എന്നെ ആക്രമിക്കുന്നത് സ്വന്തം പാർട്ടിക്കാരാണെന്ന് ഒരു ജനപ്രതിനിധി, കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് MP, അതും പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്ന അവസ്ഥയിൽ വിലപിക്കേണ്ടി വരുന്നത് എന്ത് ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. അതിനുശേഷം ഈ സൈബർ വിഭാഗത്തിലുള്ള ആളുകൾ ഈ ഇരയായ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ ചിത്രങ്ങളൊക്കെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഈ സൈബർ അറ്റാക്കിനെ എങ്ങനെ കാണുന്ന പൊതുവിൽ തന്നെ? അല്ല, ഞാൻ ഈ എപ്പോഴും ഇതിൻ്റെ എന്നാ മൈക്രോ ലെവൽ എനിക്കറിയാം, ഇപ്പം ഡൽഹിയിലായതുകൊണ്ട് അറിയില്ല. ഞാൻ ഉണ്ണിത്താൻ എൻ്റെ സ്നേഹിതനും എൻ്റെ സഹപ്രവർത്തകനും ആയതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ വളഞ്ഞു വെച്ച് ആക്രമിക്കുന്ന കാര്യം അറിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അന്വേഷിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ണിത്താൻ്റെ ഈ വിലാപം, ഈ രോഷപ്രകടനം എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത്. മറ്റു കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, ഞങ്ങളുടെ വിലപ്പെട്ട സഹപ്രവർത്തകൻ ഇന്ത്യ ബ്ലോക്കിലെ ഒരു MP ആണ്. ആ MP ഇങ്ങനെ ആക്രമിക്കാൻ പാടില്ല. ഇത്രയും പൈതൃകമുള്ള കോൺഗ്രസ് പാർട്ടി ആ ആക്രമണത്തിൽ നിന്ന് വിട്ടുനിൽക്കണം, അദ്ദേഹത്തെ സംരക്ഷിക്കണം, അദ്ദേഹത്തിൻ്റെ അന്തസ്സും അതുപോലെ തന്നെ അഭിമാനവും സംരക്ഷിക്കണം. ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട, ഇന്ത്യ ബ്ലോക്കിന് വേണ്ടി പോരടിക്കേണ്ട ഒരു MPയെ ആ പാർട്ടിയിലെ നേതാക്കന്മാരും അണികളും ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വലിയൊരു പോരാളിയല്ലേ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്? ആ പോരാളിയെ ഞങ്ങൾക്ക് വേണ്ട ഇവിടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.